2024 തെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങൾ കയ്യിലെ പൈസ ചെലവാക്കുക. അതല്ലേ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ എന്ന് എല്ലാവർക്കും അറിയാം. ഗോപാലകൃഷ്ണ കുറുപ്പ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ കുറുപ്പ് പ്രസിദ്ധനാണ്. അദ്ദേഹം ഇന്ന് സംസാരിച്ചത് എന്താ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി, വളരെ പ്രസിദ്ധനായിട്ടുള്ള നരേന്ദ്രൻ ജഡ്ജി, പഴയ നരേന്ദ്രൻ ജഡ്ജിയുടെ മകനാണ്. അപ്പോൾ ആ നരേന്ദ്രൻ ജഡ്ജി, അനിൽ കെ നരേന്ദ്രൻ, അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ മതിൽ പൊളിക്കുന്നത് വിഷയമായി വന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട്, ഈ പൊളിച്ചതൊക്കെ ശരിയാണോ, ഇതെന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞത് എന്താ? നേരത്തെ അനിൽ പറഞ്ഞു, ഈ കാര്യം സൂചിപ്പിച്ചു അനിൽ. എന്താ പറഞ്ഞത്? പറ്റിപ്പോയി എന്നാ, ഇത് പറ്റിപ്പോയി. അപ്പം ജഡ്ജി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ പൊളിക്കാനും നിങ്ങൾ തിരിച്ചു കെട്ടാനും ആരുടെ പൈസ ഉപയോഗിക്കുന്നേ? ഈ പൈസ ആരുടെയാ? ഈ സാധനം പൊളിക്കാനുള്ള പൈസ നാട്ടുകാരുടെ, തിരിച്ച് കെട്ടാനുള്ള പൈസ നാട്ടുകാരുടെ. ഇത് ആര് പറഞ്ഞിട്ടാ? എൻ്റെയും നിങ്ങളുടെയും ഈ ഇരിക്കുന്ന വക്കീലിൻ്റെയും ഒക്കെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പൊളിച്ച് കെട്ടുന്നത്. ഈ ചങ്ങാതി ആരാണെന്ന വിചാരം? ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ആരാണെന്നാ വിചാരം ചങ്ങാതി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തൊരു കഷ്ടമാ! ഇത്രയും നാണം കെട്ട ഒരു ഭരണവും ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ജനസമ്പർക്കത്തിന് ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം എന്തായിരുന്നു? ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ജനങ്ങളുടെ കയ്യിലുണ്ട്. സമ്പർക്കവും സംസർഗവും അനുവദിക്കില്ല. ശരിയല്ലേ അനിൽ നമ്പ്യാർ പറഞ്ഞത്? സമ്പർക്കവും സംസർഗവും അനുവദിക്കില്ല. എരമ്പും പ്രതിഷേധം കേരളത്തിൽ. എരമ്പും പ്രതിഷേധം കേരളത്തിൽ. ആ മനുഷ്യൻ, അദ്ദേഹം, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, എനിക്കൊരു താല്പര്യവുമില്ല കോൺഗ്രസിനോട്. പക്ഷെ അദ്ദേഹം 12.5 ലക്ഷം പരാതിയാണ് തീർത്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, കേരളത്തിലെ ജനങ്ങളുടെ പരാതി തീർക്കാനാണ് മുഖ്യമന്ത്രി അധികാരത്തിൽ, അല്ലാതെ സദസ്സിൽ വന്നിരുന്നിട്ട് ആരെങ്കിലും 4 തെറിയും പറഞ്ഞു പോകാനല്ല. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് തൊട്ട് ആലപ്പുഴ ജില്ല വരെയുള്ള നവകേരള സദസ്സ് എന്ന് പറയുന്ന ഈ നാറ്റക്കേരള സദസ്സിൻ്റെ ഔട്ട്കം എന്താ? ആ ഔട്ട്കത്തെക്കുറിച്ച് താങ്കളൊന്ന് സംസാരിക്കുക. ഏതെങ്കിലും 10 പരാതികൾ നിങ്ങൾ തീർത്തോ? ഏതെങ്കിലും നാട്ടിലെ ജനങ്ങളുടെ വിഷയം നിങ്ങൾ അവസാനിപ്പിച്ചോ? എന്തെങ്കിലും ഗുണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? നാട്ടിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം കൊടുത്ത് ഒരു പണിയും തൊഴിലുമില്ലാത്ത കുറേ മന്ത്രിമാരെ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. കൂമ്പാരമായി കിടക്കുക സെക്രട്ടേറിയറ്റിൽ പരാതികൾ. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണലും മന്ത്രിമാരുടെ മുമ്പിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് പരാതികളിൽ, ആയിരക്കണക്കിന് ഫയലുകളിൽ ഒരു തീർപ്പുമില്ല. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമാണ് എന്ന് പറഞ്ഞ ആളാണ് അധികാരത്തിൽ കയറുമ്പോൾ ഈ മുഖ്യമന്ത്രി. ഇപ്പോൾ ഒരു ഫയൽ എന്ന് പറഞ്ഞ ഒരു ജീവിതമല്ല, ഇപ്പോൾ എല്ലാ ഫയലുകളും എൻ്റെ ജീവിതത്തിന് താഴെയാണ്, എനിക്ക് താഴെയാണെന്ന് പറഞ്ഞ് ഈ മഹാരാജാവ് നടക്കുക. ധർമ്മപുരാണത്തിലെ OV വിജയൻ്റെ ആ പ്രജാപതി ഉണ്ടല്ലോ, ആ പ്രജാപതി, അയാളുടെ ദുർഗന്ധം, അയാളിൽ വമിക്കുന്ന ദുർഗന്ധം, ആ ദുർഗന്ധം ബാക്കി ആളുകൾ, അവരുടെ കൂടെ നടക്കുന്ന കിങ്കരന്മാർ സുഗന്ധമാണ്, ഇത് ദുർഗന്ധമല്ല സുഗന്ധമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയാ. പിണറായി വിജയൻ്റെ കാല് തൊടുന്നത് പാവനമാണ്. ആ മണ്ണ്, പിണറായി വിജയൻ്റെ കാല് തൊട്ട മണ്ണ് ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു പിലിഗ്രിം സെൻ്ററായിട്ട് മാറണം. ആ ബസ് അത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കണം. വാസ്തവത്തിലുണ്ടല്ലോ, കേരളത്തിൽ കാസർഗോഡ് മുതൽ ഈ പാറശാല വരെ ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ ചാണകവെള്ളം തളിക്കുന്ന സദസ്സ് ഉണ്ടാവണം, ചാണകവെള്ള യാത്ര ഉണ്ടാവണം. എവിടൊക്കെയാണോ പിണറായി പ്രസംഗിച്ചത് അവിടെയൊക്കെ ചാണകം തളിച്ച് ശുദ്ധി ചെയ്യേണ്ടി വരും. അത്ര നാണം കെട്ട ദുർഗന്ധമാണ് ഈ സദസ്സിലൂടെ, ഈ നാറ്റക്കേരള നാണം കെട്ട സദസ്സിലൂടെ വാസ്തവത്തിൽ പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്. പൊരിവെയിലത്ത് കുട്ടികളെ നിർത്തുന്നു, സ്കൂളുകൾ ഇടിച്ചു പൊളിക്കുന്നു, അമ്പലത്തിൻ്റെ മതിൽ പൊളിക്കുന്നു, 5 പൈസയുടെ കാര്യവുമില്ല. എന്നിട്ടിങ്ങനെ നടക്കുക, ഈ മതം പൊട്ടിയ ആന നടക്കുന്ന പോലെ. നാണമില്ലേ എൻ്റെ വക്കീലെ? ഇവിടെ വന്നിരുന്നു, വക്കീലൊരു വക്കീലല്ലേ, ഞങ്ങൾക്ക് പോലും നാണക്കേടാ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ ഇതിനെയൊക്കെ വല്ലാതെ ന്യായീകരിക്കാൻ.